പാകിസ്ഥാനിൽ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചെന്ന് സ്ഥിരീകരിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ബ്രഹ്മോസ് പാകിസ്ഥാനിൽ അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ട്രെയിലർ മാത്രമാണ്. ശരിയായ സമയം വരുമ്പോൾ മുഴുവൻ സിനിമയും ലോകത്തിന് മുന്നിൽ കാണിക്കും. പാകിസ്ഥാൻ IMF ഫണ്ട് ആയുധം വാങ്ങാൻ ഉപയോഗിക്കുകയാണ്. ലോകരാജ്യങ്ങൾ പാകിസ്ഥാന് സഹായം നിർത്തണം. ഇന്ത്യൻ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളുടെ പ്രഹരശേഷി ലോകത്തിന് ബോധ്യമായി. ഗുജറാത്തിലെ ഭൂജ് വ്യോമതാവളത്തിൽ സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാജ്നാഥ് സിംഗ്. സൈനികരുടെ പോരാട്ട വീര്യത്തെ അഭിനന്ദിച്ച പ്രതിരോധ മന്ത്രി ഇന്നലെ കശ്മീരിലെ ശ്രീനഗർ വ്യോമതാവളത്തിൽ രാജ്നാഥ് സിംഗ് സന്ദർശിച്ചിരുന്നു. हथियारों से बने हथियार भी अचूक और अभेद्य हैं। यह पूरे विश्व ने देख लिया है। ब्रह्मोस मिसाइल की ताकत को तो पाकिस्तान ने खुद स्वीकार कर लिया है। हमारे देश में एक कहावत काफी पुरानी है और वह है दिन में तारे दिखना। मगर भारत में बनी ब्रह्मोस मिसाइल ने पाकिस्तान को रात के अंधेरे में दिन का उजाला दिखा दिया है। क्या यह इंटरनेशनल मॉनेटरी फंड IMF द्वारा, जो कि एक इंटरनेशनल ऑर्गेनाइजेशन है, उसके द्वारा इनडायरेक्ट फंडिंग इसे नहीं माना जाएगा? मैं दुनिया के लोगों के सामने यह सवाल रखना चाहता हूं। इसलिए मैं मानता हूं कि आज के समय में पाकिस्तान को किसी भी तरह की आर्थिक सहायता टेरर फंडिंग से कम नहीं है। ഇന്ത്യ പാക് വെടിനിർത്തൽ നീട്ടി. മെയ് 18 വരെയാണ് വെടിനിർത്തൽ നീട്ടിയത്. സേനാ നീക്കങ്ങളുടെ ചുമതലയുള്ള ജനറൽമാർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സംഘർഷം കുറച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ തുടരും. പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനങ്ങൾ തുറന്നു കാട്ടുന്നതിന് ഇന്ത്യ പ്രതിനിധി സംഘത്തെ വിദേശ രാജ്യത്തിലേക്ക് അയക്കും. സംഘത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ അംഗങ്ങളെയും ഉൾപ്പെടുത്തും. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന പാകിസ്ഥാൻ. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് സമാധാന ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചത്. ശാശ്വത സമാധാനത്തിന് കശ്മീർ പ്രശ്നം പരിഹരിക്കേണ്ടത് ആവശ്യമാണെന്നും പാക് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. വെടിനിർത്തലിന് പിന്നാലെ പഞ്ചാബ് പ്രവിശ്യയിലെ കാമ്ര വ്യോമതാവളം സന്ദർശിക്കുന്നതിനിടെയാണ് ഷെരീഫിന്റെ പരാമർശം.